ഹായ് ഗായ്സ്, ഗലിബറോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പ്രകടനമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. ഞെട്ടിക്കുന്ന വോട്ടിംഗ് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണ് ഫിനാലെ വീക്കിൽ മത്സരിക്കുന്നത്. സാധാരണ ടോപ്പ് 6 ആയിരുന്നു വരുന്നത്, എന്നാൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി വിജയിക്കത്തുള്ളൂ. അതോടൊപ്പം ഇത്തവണത്തെ സീസൺ 7 കപ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി ആരാണെന്നും കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 11 മണി വോട്ടിംഗ് സെറ്റിൽ 1ാം പൊസിഷൻ അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനീഷ് വാശിയേറിയ ഒരു ഇഞ്ചോടിഞ്ച പോരാട്ടത്തിനൊടുവിലാണ് അനിമോളുടെ കയ്യിൽ നിന്ന് തൻ്റെ 1ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 64,709 വോട്ട് നേടി 1ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ അനിമോളാണുള്ളത്. അനിമോൾ ഇഞ്ചോടിഞ്ച പോരാട്ടത്തിനൊടുവിൽ തൻ്റെ പൊസിഷൻ ഒന്ന് നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വലിയൊരു ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 64,100 വോട്ടാണ് അനിമോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പൊസിഷൻ മാറി എന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസിന് ഇപ്പോൾ 43,651 വോട്ടാണ് നേടാൻ സാധിച്ചത്. 3ാം പൊസിഷനിൽ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ല. അനീഷിനെയോ അനിമോളിനെയോ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയും ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. 4ാം പൊസിഷനിൽ നൂറയാണ് ഉള്ളത്. നൂറയ്ക്കും കാര്യമായ ഒരു വോട്ടിംഗ് പ്രകടനം നടത്തി ഒരു ജേതാവാകാൻ തക്ക വിധത്തിലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 42,176 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറും തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നേറുന്നുണ്ട്. ഇപ്പോൾ 36,809 വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ തുടരേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായിട്ട് മുന്നേറുകയാണ്. അക്ബറുമായിട്ട് ഏകദേശം ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും അക്ബറിനെ അട്ടിമറിക്കാം. ഇപ്പോൾ 37,890 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ആദിൽ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ ഇതുവരേക്കും ആദിൽ തന്നെയാണ് 7ാം പൊസിഷനിലുള്ളത്. ഇപ്പോൾ 24,134 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിൽ തുടരുന്നത്. താങ്ക്